ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. മോദിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇന്നലെ സാംബയിൽ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തി. കണ്ടെത്തിയ പാക് ഡ്രോണുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നു. അനുപമ, ഈ പാകിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വെടിനിർത്തൽ ഒരു കരാറായിട്ടില്ല, ഒരു ധാരണ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതൊരു സമയം ഒരു പ്രകോപനം ഉണ്ടാവുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയില്ലേ? അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇന്നലെ രാത്രി 8 മണിയോടെ. ഏകദേശം 15 മിനിറ്റ് നീളുന്ന ഒരു അഭിസംബോധനയാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയത്. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിലാണ് ജമ്മു കാശ്മീരിലെ സാംബയിൽ പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് രാജസ്ഥാൻ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലായി വിവിധയിടങ്ങളിൽ ഏകദേശം 60 ഇടങ്ങളിലായിട്ടാണ് ഡ്രോൺ സൈറ്റിങ്ങുകൾ ഉണ്ടായത്. ഇതിൽ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോൺ തകർത്ത അക്നൂർ അടക്കം ജമ്മു കാശ്മീരിലെ മേഖലകളിലും ബാർമർ, ജയ്സാൽമർ അടക്കമുള്ള രാജസ്ഥാനിലെ മേഖലകളിലും ഈ പഞ്ചാബിലെ ജലന്ധർ അടക്കം മേഖലകളിലൊക്കെ ഇന്നലെ ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ ഡ്രോണുകളെല്ലാം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ തകർത്തതായിട്ട് പിന്നീട് സൈന്യത്തിന്റെ സ്ഥിരീകരണവും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും സൈറണുകൾ മുഴങ്ങുകയൊക്കെ ചെയ്തിരുന്നു. മണിക്കൂറുകളോളം ബ്ലാക്ക് ഔട്ടും ഈ മേഖലകളിൽ, അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അമൃത്സറിൽ ഒരു മുൻകരുതൽ നിലയിലുള്ള ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഏകദേശം 9 മണി 10 മണിയോടൊക്കെ ആയിരുന്നു ഈ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അർദ്ധരാത്രിക്കിപ്പുറം പാകിസ്ഥാന്റെ പക്ഷത്തു നിന്ന് കൂടുതൽ പ്രകോപനം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ അതിർത്തിയിലായാലും നിയന്ത്രണ രേഖയിലായാലും ഈ ഡ്രോൺ സൈറ്റിങ്ങുകളായാലും പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ ശാന്തമാണെന്നാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈന്യം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകോപനം തുടരുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അത് മറുപടി ലഭിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണോ? കഴിഞ്ഞ ദിവസം തന്നെ DGMOമാർ, ഇന്ത്യ പാക് DGMOമാർ, സൈനിക ഡയറക്ടർമാർ നടത്തിയ ചർച്ചകളിൽ തന്നെ ഇങ്ങനൊരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു ധാരണയാണ് ഉണ്ടായത്. വെടിനിർത്തൽ ധാരണ തുടരാനുള്ള തീരുമാനമുണ്ട്. ഈ ചർച്ചയിൽ തന്നെ ഇനി ഒരു വെടി പോലും ഉതിരാൻ പാടില്ല, അതിർത്തിയിലായാലും മറ്റു പ്രകോപനങ്ങളൊന്നും പാടില്ല എന്നൊരു ഉറപ്പാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തുടർന്ന് വികാസങ്ങളിലായിട്ടുണ്ടായ ഈ സൈനിക വിന്യാസം അത് വർദ്ധിപ്പിച്ചിരുന്നു. അത് പഴയ നിലയിലേക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്നലെ 5 മണിയോടെയാണ് ഈ ഒരു ചർച്ചകൾ നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു അഭിസംബോധന ഉണ്ടായി. ഈ അഭിസംബോധനയിൽ പ്രധാനമന്ത്രിയും വളരെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഹോൾഡിലാണ്, നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ ബെഞ്ച് മാർക്കായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഇന്ത്യക്കെതിരായിട്ടുള്ള ഏതൊരു പ്രകോപനത്തെയും ആക്രമണത്തെയും ഇന്ത്യ കൃത്യമായി തന്നെ നേരിടും എന്നുള്ളൊരു മുന്നറിയിപ്പും ഭാഗത്തുനിന്നുള്ള ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ നിലയ്ക്ക് ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ ഒരു കഴിഞ്ഞ മണിക്കൂറുകൾ, ഇന്നലത്തെ രാത്രിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനൊരു നീക്കം ഉണ്ടായത്. ഈ ഡ്രോണുകളിൽ ചിലത് നിരീക്ഷണ ഡ്രോണുകളാണ് എന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനി അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് സൈന്യത്തിനുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രകോപനങ്ങളിലെല്ലാം, വെടിനിർത്തലിന് ശേഷം ഉണ്ടായ പ്രകോപനങ്ങളിലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇന്നലെ സൈനിക തലത്തിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഭാഗമായി നടത്തിയ സൈനിക നടപടികൾ തെളിവ് സഹിതമായിട്ട് വിശദീകരിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ജലി ചോദിച്ചതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്നടക്കമുള്ള വിശദീകരണങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി അനുപമ, വ്യക്തമാണ്. മോദിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇന്നലെ സാംബയിൽ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം ശ്രമം നടത്തി. കണ്ടെത്തിയ പാക് ഡ്രോണുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനുപമ ശ്രീദേവിയാണ്.